ഹായ് ഓൾ, ടുഡേ റീഡിങ് റിക്കൺസിലിയേഷൻ പോസിബിൾ ഓർ നോട്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് റിക്കൺസിലിയേഷൻ പോസിബിൾ ആണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കുക. അതിനുശേഷം തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ആ ഒരു പേഴ്സണെ ആലോചിക്കുക. ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരുമിച്ചുണ്ടായിരുന്ന ഗുഡ് മൊമെൻറ്റ്സ് ആലോചിക്കുക. സോ 2 കാർഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാർഡ് നമ്പർ 1 ആൻഡ് കാർഡ് നമ്പർ 2. ഇതിലേതെങ്കിലും ഒരു കാർഡ് അട്രാക്ഷൻ തോന്നുന്ന ഏതാണോ ആ ഒരു കാർഡ് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, റിലാക്സ് ആയതിനു ശേഷം മാത്രം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ് ദ മജീഷ്യൻ ആണ്. എസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ കണക്ഷന് ഒരു ഡീപ്പ് സ്പിരിച്വൽ കണക്ഷനാണ് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് വളരെ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ആ ഒരു വ്യക്തിക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് വേണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി അതിനുവേണ്ടി മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. വെരി സൂൺ ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു കോൾ, മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെയധികം ഹൈ ആണ്. സോ റിക്കൺസിലിയേഷൻ പോസിബിൾ ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. സോ നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ബിഗിനിങ് ആ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്. ഇനി സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ് എന്ന് പറയുന്നത്, ഓക്കെ, ഐ എം സോ സോറി, നോയാണ് ആൻസർ വരുന്നത്. സോ ഇവരുടെ ലൈഫിൽ ഒരു ഹീലിംഗ് പീരീഡിൽ കൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു ഹീലിംഗ് പീരീഡ് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വരികയുള്ളൂ. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ രീതിയിൽ അങ്ങ് വിട്ടേക്കുക. അവർക്ക് സ്പേസ് കൊടുത്തേക്കുക. അവരുടെ കാര്യങ്ങളിലധികം ഒന്നും ഇടപെടാനും എടുക്കാനും ഒന്നും നിങ്ങളായിട്ട് പോവണ്ട. ആ ഒരു വ്യക്തി ആ ഒരു ഹീലിംഗ് പീരീഡ് കഴിയുമ്പോഴേക്ക് നിങ്ങളെ വന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതാണ് നിങ്ങളുടെ റീഡിങ്. സോ നിങ്ങളായിട്ട് ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോകണ്ട. ആ ഒരു വ്യക്തിയുടെ ഹീലിംഗ് പീരീഡൊക്കെ കഴിയുമ്പം തിരിച്ചു വന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. സോ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുക. സോ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തൊരു റീഡിങ്. ഓക്കെ, താങ്ക് യു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. സോ ആ ഒരു സ്പിരിറ്റിൽ മാത്രം എടുക്കുക. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവില്ല. ഈ ഒരു വീഡിയോ റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.